ഹായ് മക്കളെ, ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റിനുള്ളിൽ മാത്രം നമുക്ക് 4 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, സെറ്റാക്കിയേക്കണം. അത്തരത്തിലുള്ള വീഡിയോസാണ്. അപ്പോൾ ഒരു 2 തവണ എന്ത് ചെയ്യുക, ഈ ചോദ്യോത്തരങ്ങൾ കേൾക്കുക. അത് മനസ്സിനകത്ത് സെറ്റായിരിക്കും, പിന്നെ പഠിക്കേണ്ട ആവശ്യം വരില്ല. അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇപ്പൊ മാഷ് വന്നിരിക്കുന്നത്. ചോദ്യം നോക്കാം നമുക്ക്. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിൽ അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം എന്ത്? അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിൽ അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം എന്താണ്? ജനതയുടെ സ്വാതന്ത്ര്യമോഹവും അതുണ്ടാക്കുന്ന കലാപ സാധ്യതയും കലാപരമായി ധ്വനിപ്പിക്കുകയാണ് അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിലൂടെ കാവാലം ചെയ്യുന്നത്. ജനതയുടെ സ്വാതന്ത്ര്യമോഹവും അതുണ്ടാക്കുന്ന കലാപ സാധ്യതയും കലാപരമായി ധ്വനിപ്പിക്കുകയാണ് അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിലൂടെ കാവാലം ചെയ്യുന്നത്. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിന്റെ അവസാനമെങ്കിലും രാജാവ് വരും എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അടിച്ചുതളിക്കാരി വരുന്നത്. ഈ ട്വിസ്റ്റിൽ തന്നെയാണ് നാടകകൃത്ത് ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. ക്ലൈമാക്സിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ്. രാജാവ് വാസ്തവത്തിൽ പെണ്ണാണോ എന്ന ചിന്താരാമന്റെ സംശയവും, രാജാവല്ല രാജ്ഞി ഞങ്ങളുടെ സങ്കടം അങ്ങോട്ട് പറയട്ടെ, ഇവിടമെല്ലാം ഒന്ന് അടിച്ചു വൃത്തിയാക്കണേ രാജ്ഞി എന്ന് കേവലരാമനും പറയുമ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ തീവ്രത ഉച്ചസ്ഥായിയിലെത്തുന്നു. അധികാരിയെ നേർവഴിക്ക് നയിക്കേണ്ട അനുചര സംഘങ്ങൾ തൻ കാര്യലാഭത്തിനായി പ്രവർത്തിക്കുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. ഈ ഗതികേടിൽ നട്ടം തിരിയുമ്പോഴാണ് സാധാ പ്രജകളുടെ, അതായത് കേവലരാമന്റെ മുമ്പിലേക്ക് അടിച്ചുതളിക്കാരി പ്രവേശിക്കുന്നത്. വേലക്കാരി രാജ്ഞിയാവണമെന്നും ഈ ഭരണരംഗം കാര്യ ഗൗരവത്തോടെ ശുദ്ധി വരുത്തണമെന്നും കേവലരാമൻ ആഗ്രഹിക്കുന്നു. കുറേ കാലം നിസ്സംഗതയോടെ സഹിച്ചു ജീവിച്ച പൊതുസമൂഹം ഒരു നാൾ തിരുത്തൽ ശക്തിയാകും എന്ന പ്രതീക്ഷയാണ് നാടകാന്ത്യത്തിൽ. അതിനെ നയിക്കാൻ അടിസ്ഥാന വർഗത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി വരും. കാരണം അവരാണ് അനാദിയായ കാലം മുതലേ ഇതിനെല്ലാം ഇരകൾ. അഗ്നിവർണ്ണന്റെ കാലുകളിൽ അടിസ്ഥാന വർഗ പ്രതിനിധിയായി അടിച്ചുതളിക്കാരി എത്തുമ്പോൾ അത് ചരിത്ര നീതി കൂടിയാകുന്നു. നിഷ്കളങ്കയും ശുദ്ധഗതിക്കാരിയുമാണ് അവൾ. ചാണകവെള്ളവും ചൂലുമായി വന്ന അവൾ തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി പാലിക്കുന്നു. രംഗമാകെ അടിച്ച് വൃത്തിയാക്കുന്നിടത്ത്, ഭരണരംഗത്തെ ശുദ്ധിയാക്കുന്നിടത്താണ് നാടകം അവസാനിക്കുന്നത്. മക്കളെ ഒന്നുകൂടി കേൾക്കുക. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ജനതയുടെ സ്വാതന്ത്ര്യമോഹവും അതുണ്ടാക്കുന്ന കലാപ സാധ്യതയും കലാപരമായി ധ്വനിപ്പിക്കുകയാണ് അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിലൂടെ കാവാലം ചെയ്യുന്നത്. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിന്റെ അവസാനമെങ്കിലും രാജാവ് വരും എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അടിച്ചുതളിക്കാരി വരുന്നത്. ഈ ട്വിസ്റ്റിൽ തന്നെയാണ് നാടകകൃത്ത് ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. ക്ലൈമാക്സിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ്. രാജാവ് വാസ്തവത്തിൽ പെണ്ണാണോ എന്ന ചിന്താരാമന്റെ സംശയവും, രാജാവല്ല രാജ്ഞി ഞങ്ങളുടെ സങ്കടം അങ്ങോട്ട് പറയട്ടെ, ഇവിടമെല്ലാം ഒന്ന് അടിച്ചു വൃത്തിയാക്കണേ രാജ്ഞി എന്ന് കേവലരാമനും പറയുമ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ തീവ്രത ഉച്ചസ്ഥായിയിലെത്തുന്നു. അധികാരിയെ നേർവഴിക്ക് നയിക്കേണ്ട അനുചര സംഘങ്ങൾ താൻ കാര്യലാഭത്തിനായി പ്രവർത്തിക്കുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. ഈ ഗതികേടിൽ നട്ടം തിരിയുമ്പോഴാണ് സാധാ പ്രജകളുടെ, അതായത് കേവലരാമന്റെ മുമ്പിലേക്ക് അടിച്ചുതളിക്കാരി പ്രവേശിക്കുന്നത്. വേലക്കാരി രാജ്ഞിയാവണമെന്നും ഈ ഭരണരംഗം കാര്യഗൗരവത്തോടെ ശുദ്ധി വരുത്തണമെന്നും കേവലരാമൻ ആഗ്രഹിക്കുന്നു. കുറേ കാലം നിസ്സംഗതയോടെ സഹിച്ചു ജീവിച്ച പൊതുസമൂഹം ഒരു നാൾ തിരുത്തൽ ശക്തിയാകും എന്ന പ്രതീക്ഷയാണ് നാടകാന്ത്യത്തിൽ. അതിനെ നയിക്കാൻ അടിസ്ഥാന വർഗത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി വരും. കാരണം അവരാണ് അനാദിയായ കാലം മുതലേ ഇതിനെല്ലാം ഇരകൾ. അഗ്നിവർണ്ണന്റെ കാലുകളിൽ അടിസ്ഥാന വർഗ പ്രതിനിധിയായി അടിച്ചുതളിക്കാരി എത്തുമ്പോൾ അത് ചരിത്ര നീതി കൂടിയാകുന്നു. നിഷ്കളങ്കയും ശുദ്ധഗതിക്കാരിയുമാണ് അവൾ. ചാണകവെള്ളവും ചൂലുമായി വന്ന അവൾ തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി പാലിക്കുന്നു. രംഗമാകെ അടിച്ച് വൃത്തിയാക്കുന്നിടത്ത്, ഭരണരംഗത്തെ ശുദ്ധിയാക്കുന്നിടത്താണ് നാടകം അവസാനിക്കുന്നത്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. 2 തവണ കേൾക്കുക. ഈ ഉത്തരം സെറ്റായിക്കൊള്ളണം. ഇനി പഠിക്കാനുള്ള അവസരം ഉണ്ടാവരുത്. വീഡിയോ കഴിയുമ്പോഴേക്കും മനസ്സിനകത്ത് സെറ്റാക്കി വെക്കണം. ഓക്കെ, താങ്ക്